ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ഉള്ള വിവരങ്ങളെല്ലാം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പക്ഷേ രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ സംശയങ്ങൾ കൂടി വരികയാണ്. സരസ്വതി അമ്മ പറ്റിക്കോ ചതിക്കോ എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെയാണ് രഞ്ജിത നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയും സ്വരമോളും കൂടി ഇന്ന് അന്താക്ഷരി കളിക്കുകയാണ്. അപ്പോൾ ഓരോരോ അക്കങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അക്കത്തിനനുസരിച്ച് ഇങ്ങനെ പാട്ടും പാടുകയാണ്. അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വരമോളാണെങ്കിൽ, അല്ല മമ്മി, ഡാഡി എവിടെ? ഡാഡിയെ കണ്ടില്ലല്ലോ. ആ, ഡാഡി വരുമ്പോളെ, പക്ഷെ ഡാഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ കളിക്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ, ഡാഡി വരട്ടെ, അതുവരെ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് കളിക്കാം. മോള് കളിക്ക്, പാട്ട് പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനന്യെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് പ്രേമയുടെ വരവ്. അപ്പോൾ പ്രേമ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അൻ്റെതും അനന്യയും ഇന്ന് ഈ റൂമിൽ ഒരുമിച്ച് കിടക്കരുത്. ഏതായാലും ഇതിൽ കയറി ഞാൻ ഇടപെടണം. അവൻ ഇന്ന് വേറെ റൂമിലായിരിക്കണം കിടക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രേമ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്നിട്ട്, ആഹാ, അന്താക്ഷരി കളിക്കുകയാണോ? ഞാനും കളിക്കാനുണ്ട് കൂടെ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്വരമോള്, അതിനമ്മൂമ്മയ്ക്ക് അന്താക്ഷരിയൊക്കെ കളിക്കാൻ അറിയോ? പിന്നല്ലാതെ, എനിക്ക് അന്താക്ഷരിയൊക്കെ കളിക്കാൻ അറിയാം. ഞാൻ അന്താക്ഷരി കളിച്ചാൽ എന്താ കുഴപ്പം? എങ്കിൽ പാട്, മാ വെച്ചൊരു പാട്ട് പാട്. അങ്ങനെ മാ വെച്ച് ഏതോ ഒരു പഴയ പാട്ട് ഈ പ്രേമ പാടുകയാണ്. അങ്ങനെയല്ലേ ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനിരുദ്ധ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം അനിരുദ്ധ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആണല്ലോ. ഡാഡി മാ ഡാഡി ഇരുന്ന് ഇവിടെ കളിക്കണം. ഡാഡി, അമ്മ എണീറ്റ് പോയിക്കണ്ടേ, ഡാഡി ഇവിടെ ഇരിക്കട്ടെ എന്ന് കൊച്ചു പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് അരിച്ചു വന്നിട്ടില്ല. ഞാനിവിടെ നിന്ന് പോകില്ല, ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കാനായിട്ട് പോകുന്നത്. അതൊന്നും പറ്റില്ല, അമ്മൂമ്മ മര്യാദയ്ക്ക് പൊയ്ക്കോ. ഡാഡിയാണ് ഇവിടെ കിടക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഡാഡിയുടെ ഒപ്പം മമ്മിയുടെ ഒപ്പം കിടന്നുറങ്ങണം, അതെനിക്ക് ഇഷ്ടം. വേണ്ടെന്നല്ല പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. എനിക്കിവിടെ കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ മോളുടെ ഒപ്പം കൊച്ചുമോളുടെ ഒപ്പം കിടക്കണമെന്ന് എനിക്കിത് ആഗ്രഹം കാണൂലേ. അപ്പം അനന്യ, അത് വല്ലാത്തൊരാഗ്രഹമായി പോയല്ലോ എന്ന് അനന്യ ഇങ്ങനെ പറയുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രേമയാണെങ്കിൽ ഭയങ്കര വാശി പിടിക്കണം, എനിക്ക് ഇവിടെ കിടക്കണം, നിൻ്റെ ഡാഡി വേറെ റൂമിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻ്റെ മനസ്സിൽ ചിന്തിക്കണം, അപ്പോൾ വേറൊന്നും അല്ല, എന്നെ ഇവിടെ കിടത്താതിരിക്കാനുള്ള പണിയാണ്. ഇപ്പം മനസ്സിലായല്ലോ. മോളെ, സ്വരമോളെ, ഏതായാലും അമ്മൂമ്മയുടെ ആഗ്രഹമല്ലേ ഇവിടെ കിടക്കണമെന്ന്. കിടന്നോട്ടേന്നേ, വയസ്സായതല്ലേ, എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് ആര് കണ്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയുടെ ചങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. പ്രേമയാണെങ്കിൽ, നീ എന്താണ് പറഞ്ഞത്? മോളെ, അമ്മൂമ്മ ഇവിടെ കിടന്നോട്ടെ, അതുകൊണ്ട് അവസാന ആഗ്രഹമായിട്ട് നമുക്ക് അങ്ങോട്ട് കരുതിയേക്കാന്നേ. മോള് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഡാഡി എൻ്റെ ഒപ്പം കിടക്കണം ഡാഡി എന്നും പറഞ്ഞിട്ട് കൊച്ചു കരയാണ്. അപ്പോൾ കൊച്ചിനെ ആശ്വാസപ്പെടുത്തുകയാണ്, മോള് സങ്കടപ്പെടേണ്ട, ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഡാഡി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ പ്രേമ എന്ത് ചെയ്തെന്നറിയാവോ? പ്രേമയാണെങ്കിൽ ആ കട്ടിലേക്ക് കയറി അങ്ങോട്ടോട്ട് കിടക്കുകയാണ്. കൊച്ചിനും അനന്യയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടുമില്ല. പിന്നീട് കാണിക്കുക നമ്മുടെ സുമിത്ര നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് എന്തൊക്കെയോ ഒരു സ്വപ്നം കണ്ടിട്ട് അവിടെ നിന്ന് ചാടി എണീറ്റ്, മോളെ, മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറുകയാണ്. അപ്പോൾ നമ്മുടെ പൂജ ഓടി വന്നിട്ട്, അയ്യോ അമ്മ എന്ത് പറ്റി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഇടുകയാണ്. അത് പിന്നെ മോളെ, ഞാൻ ഒരു സ്വപ്നം കണ്ടു മോളെ, എൻ്റെ മക്കള് സുരക്ഷിതയല്ല, അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ മക്കളെ കാണാനായിട്ട് തോന്നുന്നു. എന്താ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ആദിയാണ്. അമ്മ ആദി പിടിച്ചിട്ട് ഓരോരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് കരയല്ലേ. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും, സമാധാനമായിട്ട് കിടക്ക്. എനിക്കറിയാം, അനിരുദ്ധേട്ടനെയും പ്രതീക്ഷേട്ടനെയും ഒക്കെ ആലോചിച്ചിട്ടില്ലേ, കൂടാതെ ശീതലേച്ചിയുടെ പ്രശ്നവും അതൊക്കെ ആലോചിച്ചിട്ടില്ലേ അമ്മയ്ക്ക് സങ്കടം. ഇപ്പം ശീതലേച്ചിയെ കണ്ടില്ലേ, ഇനി അധികം താമസിയാതെ അനിരുദ്ധേട്ടനെയും പ്രതീക്ഷേട്ടനെയൊക്കെ കാണും. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ സങ്കടപ്പെടാനായിട്ട് നിൽക്കരുതമ്മേ എന്നിങ്ങനെ പൂജ പറയുകയാണ്. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? വല്ല അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അമ്മ കുറച്ച് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സുമിത്ര വെള്ളവും കുടിക്കുകയാണ്. ആകെ വല്ലാത്തൊരാതി. ഇനി ഏതായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഏതായാലും ഇന്ന് ഇവിടെ തന്നെ കിടക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ പൂജയും കിടക്കുകയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. പിന്നീട് കാണിക്കും നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധ് ഉറങ്ങാതെ ഇങ്ങനെ സെറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ്. പണ്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, മോനെ നീ പോകരുത്, നീ കൊച്ചുകുട്ടിയല്ലെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷേ അമ്മയുടെ ആദ്യം കൊണ്ടാണ്. നിനക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നീ അവിടെ പല പ്രശ്നങ്ങളിലും ഏർപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കണം മോനെ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ അമ്മ പറയുന്നതെന്ന് പഴയ കാര്യങ്ങളെല്ലാം അനിരുദ്ധ ഒരു നിമിഷം ആലോചിക്കണം. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിന് ഭയങ്കര സങ്കടം തോന്നി. ഇപ്പം തൻ്റെ അമ്മ തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നാനേന്നൊക്കെ വിചാരിക്കുകയാണ് അനിരുദ്ധ്. അങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. അനിരുദ്ധേ, ഇതെന്താ അനിരുദ്ധേ, ഉറങ്ങിയില്ലായിരുന്നോ? അനിരുദ്ധ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ എന്നും പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായി. അപ്പോൾ ഇയാളാണെങ്കിൽ നേരെ അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട്, അനിരുദ്ധേ, നീ കരയാണോ? എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അത് പിന്നെ അച്ഛാ, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് പോയി അച്ഛാ. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ മരിച്ചു പോയില്ലേ, എൻ്റെ അമ്മ ജീവനോടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അമ്മയും ഉണ്ടാകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ പറയുകയാണ്. എന്ത് ചെയ്യാനാണ്, എനിക്കും അനന്യയ്ക്കിടയിൽ ചെറിയൊരു പ്രശ്നം മാത്രമായിരുന്നു. പക്ഷേ ആ വലിയ പ്രശ്നം ആക്കിയത് അനന്യയുടെ അമ്മയാണ്. അല്ലെങ്കിലും അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന പുന്നാര മോളല്ല അനന്യ. നമുക്കൊന്നും പറഞ്ഞു തിരുത്താനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ ആകെ ടെൻഷനാണ്. എൻ്റെ അമ്മ എന്നെ വിട്ടു പോയി. പിന്നെ എൻ്റെ കൂടപ്പിറപ്പങ്ങൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെടില്ലായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലല്ലേ. ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നും അനന്യയും കൊച്ചും കൂടി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാനേ പറ്റില്ല അച്ഛാ. എനിക്ക് വേറെ ആരും ഉണ്ടാവില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ലല്ലോ, നിങ്ങളും എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് നിൽക്കുകയല്ലേ, പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിൽ തോന്നിയ സങ്കടങ്ങളും മുഴുവനും ഈ വിശ്വത്തിനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വനും ഇവൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണല്ലോ. പക്ഷെ വിശ്വം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, സുമിത്ര ജീവനോടെ ഉണ്ടെന്നെങ്ങാനും ഞാൻ അനിരുദ്ധിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതറിഞ്ഞാൽ പ്രേമ ആകെ പ്രശ്നം ഉണ്ടാകും. ഞാൻ എങ്ങനെ ഇവനോട് ഈ സത്യങ്ങളെല്ലാം പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ വിശ്വത്തിനും ആകെ സങ്കടമൊക്കെ തോന്നുകയാണ്. എങ്ങനെ അനിരുദ്ധിൻ്റെ മുന്നിൽ സത്യങ്ങളെല്ലാം അറിയിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ അനിരുദ്ധ് പറയുകയാണ്, അച്ഛനോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും അനന്യയ്ക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷേ അമ്മ ഒന്നും പറയാത്തത് കൊണ്ടാണ് അനന്യ എൻ്റെ അടുത്ത് അടുക്കാത്തത്. അമ്മയെ പറഞ്ഞൊന്ന് ഉപദേശിക്കണം. ഞങ്ങളിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത്. പക്ഷേ അത് പറയാനായിട്ട് അനന്യ എൻ്റെ അടുത്ത് വരുന്നില്ല, സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല. അമ്മ അതിൽ കയറി ഇടപെടുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം, അത്രയും മാത്രമേ ഇപ്പോൾ അമ്മയുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അനിരുദ്ധ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് ഈ വിശ്വത്തിന്. പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ നേരെ രഞ്ജിതയെ കാണാനായിട്ട് വരികയാണ്. അപ്പം രഞ്ജിതയെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഏതായാലും ഇന്ന് കുറച്ച് സത്യങ്ങളെല്ലാം അങ്ങോട്ട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനങ്ങൾ കിട്ടിയാലോ. അപ്പോൾ രഞ്ജിതയെ, മോളെ രഞ്ജിതയെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം രഞ്ജിത വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, ഇതാര്, സരസ്വതി അമ്മയോ? എന്താ സരസ്വതി അമ്മേ, എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമുണ്ട്, വിശേഷമൊക്കെ ഞാൻ പറയാം. എന്താ, ആ വക്കീല് സുമിത്രയെ വിളിച്ചായിരുന്നോ? അല്ലെങ്കിൽ സുമിത്ര വക്കീലിനെ വിളിച്ചായിരുന്നോ? പറയാന്നല്ലേ പറഞ്ഞത്. പക്ഷേ വിശേഷം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സമ്മാനങ്ങളും പൈസയും വേണം. ഒരു വിശേഷത്തിന് 10,000 രൂപയും സാരിയും. അടുത്ത വിശേഷമാകുമ്പോഴത്തേക്കും പിന്നെയും പൈസയും പിന്നെ പട്ടുസാരിയും. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. അപ്പോൾ സരസ്വതിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. പെട്ടെന്ന് രഞ്ജിതയ്ക്ക് അത് പന്തിയല്ലെന്ന് തോന്നി. അപ്പം രഞ്ജിതയാണെങ്കിൽ, തരാം, സമ്മാനങ്ങളും പൈസകളും ഒക്കെ തരാം, ആദ്യം വിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പൈസ തരാന്നേ. തരുമല്ലോ, ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലോ? അതേന്നേ, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ. എങ്കിലേ ആ വക്കീൽ സുമിത്രയെ വിളിച്ചു. വിളിച്ചെന്നോ? എന്നിട്ടോ? ഈ വക്കീൽ ഓഫീസിലേക്ക് ഈ സുമിത്രയും ശീതളും കൂടി പോയി. എന്നിട്ട് അവർ തമ്മിൽ കണ്ടോ, സംസാരിച്ചോ? കണ്ടെന്നൂല, സംസാരിച്ചുമില്ല. പിന്നെ ഫോണിൽ കൂടി എന്താ വക്കീല് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ വിശദമായിട്ടൊന്നും കേട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ നടന്നു. ഓഹോ, അപ്പോൾ വക്കീലിനെ കണ്ടില്ല എന്ന് ഉറപ്പല്ലേ? വക്കീലിനെ കണ്ടില്ല എന്നേ എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇനി എടുക്ക്, സമ്മാനവും പൈസ എടുക്ക്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഏതായാലും ഇപ്പം ഇത്ര പെട്ടെന്ന് വന്ന് വിശേഷങ്ങൾ പറയുമെന്ന് ഞാൻ അറിഞ്ഞോ? അതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല. സമ്മാനങ്ങളാണെങ്കിലും മേടിച്ച് വെച്ചിട്ടുമില്ല. ഞാനത് പൈസയും സമ്മാനങ്ങളൊക്കെ പിന്നീട് തന്നേക്കാം. സത്യമാണോ പറഞ്ഞത്? അല്ലെങ്കിൽ എന്നെ പറ്റിക്കോ? ഇല്ലെന്നേ, ഞാൻ പറ്റിക്കാനൊന്നും പോകുന്നില്ല, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട്
രഞ്ജിതയാണെങ്കിൽ നേരെ പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഈ സരസ്വതിയെ പറ്റിക്കാനായിട്ട് പോകുന്നു. സരസ്വതിയെ പറ്റിക്കാനായിട്ട് ഇവളൊന്നും വളർന്നിട്ടില്ല. സരസ്വതിയെ പറ്റിക്കാനാണ് രഞ്ജിതയുടെ ഭാവമെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സുമിത്രയുടെ മുന്നിൽ പോയി പറയും. അപ്പം രഞ്ജിത കുടുങ്ങുമല്ലോ എന്ന് സരസ്വതി അമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ രഞ്ജിത നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, അത് നിങ്ങളൊന്ന് എണീറ്റേ, നമുക്ക് പെട്ടെന്ന് വക്കീൽ ഓഫീസിലേക്ക് പോകണം. അങ്ങോട്ട് പോകണ്ട, വക്കീലിനെ കാണാനൊന്നും പറ്റില്ല, വക്കീൽ അവിടെ ഇല്ലെന്നേ, നിങ്ങളൊന്ന് എണീക്ക്, എനിക്കാകെ ടെൻഷൻ തോന്നുന്നു, അവിടെ പോയേ മതിയാവുള്ളൂ. അതെ, സുമിത്രയെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വക്കീൽ വിളിച്ചെന്നോ? അതുകൊണ്ടാണ് വക്കീൽ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. എൻ്റെ പൊന്ന് രഞ്ജിതയെ, വക്കീൽ ഓഫീസിൽ പോയിട്ട് കാര്യമില്ല, അവിടെ അയാളില്ല. എങ്കിൽ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ടും പോയിട്ട് കാര്യമില്ല, ഞാൻ വീട്ടിൽ ചെന്നേല്ലേ, അപ്പോൾ അടച്ചു പൊട്ടിയിട്ടിരിക്കുകയാണ്. അയാൾ എങ്ങോട്ടോ പോയി, എവിടെയാണ് താമസമൊന്നും നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇതാകെ പ്രശ്നമായല്ലോ. എങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്, എന്ത് കാര്യമോ, നിങ്ങൾ പെട്ടെന്ന് പോയി ഒരുങ്ങണം കേട്ടോ, നീ ആദ്യം പറ കാര്യങ്ങളെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് രഞ്ജിത. അപ്പോൾ ഇതെല്ലാം കേട്ട ഈ രഞ്ജിത ഭർത്താവാണെങ്കിൽ, എങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാം, നമുക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ ആകെ കൈവിട്ടു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ ഒരുങ്ങാനായിട്ട് പോവുകയാണ്. രഞ്ജിതയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രേമ അങ്ങോട്ട് വന്നിട്ട്, അല്ല എന്താണാവോ ചിന്തിക്കുന്നത്? ഒന്നുമില്ല പ്രേമേ, അല്ല ഇന്നലെ മരുമോനും മാമനും കൂടി ഇരുന്ന് ഭയങ്കര സംസാരമായിരുന്നല്ലോ, രഹസ്യ സംഭാഷണം. എന്താ നീ പറഞ്ഞത്? എന്താ ഇന്നലെ അനിരുദ്ധിനെ കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു, അതിനിപ്പോൾ എന്താ? അതിനിപ്പോൾ എന്താന്നോ? നിങ്ങൾ എന്താണാവോ രഹസ്യ സംഭാഷണം ചെയ്തത്? ഞങ്ങളൊരു രഹസ്യ സംഭാഷണം ചെയ്തില്ല. നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ അനിരുദ്ധ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയായിരുന്നു, അല്ലാതെ അതൊരു രഹസ്യ സംഭാഷണമല്ല എന്നിങ്ങനെ ഷൗട്ട് ചെയ്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമ, അപ്പം അനിരുദ്ധിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചേ ഉള്ളൂ, എൻ്റെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാത്ത ആളാണ്. ഇപ്പോൾ അനിരുദ്ധിൻ്റെ കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയില്ലല്ലേ? പ്രേമേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീയൊന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണമെന്ന്? ഒരു മനസ്സിലാക്കാനും ഇല്ല. പിന്നെ അനിരുദ്ധിന് ടെൻഷനുണ്ട്, ഇപ്പോൾ നിനക്കും ടെൻഷൻ കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്യയും അതേപോലെ തന്നെ അനിരുദ്ധും തമ്മിൽ ഡിവോഴ്സ് ഇനി ആകില്ലേ എന്നുള്ളൊരു പേടിയും നിനക്കുണ്ട്. അതുകൊണ്ടല്ലേ നീ ഇപ്പം എൻ്റെ മുന്നിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവരേതായാലും ഡിവോഴ്സ് ആകും, അതിനിപ്പോൾ യാതൊരു സംശയവുമില്ല, അത് നടക്കുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.